അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണ്, ചെറിയ സൂറത്താണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ എന്ന് പറയുന്ന അധ്യായം. ആ അധ്യായത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അൻ ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, അന്നഹു അത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈആ അഖൂലുഹു ഇദാ ആബൈതു ഇലാ ഫിറാശി. ആ സ്വഹാബി ചെന്ന് നബിയോട് പറയുന്നത്, നബിയെ, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തു ചൊല്ലണമെന്നാണ് എനിക്ക് പഠിപ്പിച്ചത്, എന്തു ചൊല്ലണം അതെനിക്ക് പഠിപ്പിച്ചു തന്നാലും, എനിക്കൊന്ന് പറഞ്ഞു തന്നാലും, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നീ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യണം. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്. വല്ലാത്തൊരു വാചകമാണത്. എന്താ പ്രവാചകൻ പറഞ്ഞത്? നീ കാഫിറൂൻ പാരായണം ചെയ്യണം, അത് ശിർക്കിൽ നിന്നുള്ള മോചനമാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഇമാം തുർമുദി ഉദ്ധരിച്ച ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണത്. എത്ര വിശ്വാസികൾ ഈ അധ്യായം പാരായണം ചെയ്യുന്നുണ്ട്? ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങുന്നതിന്റെ മുൻപ് ഈ സൂറത്ത് ഓതി ഉറങ്ങുന്ന എത്ര മുസ്ലിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എന്താ ഈ അധ്യായത്തിന്റെ പ്രത്യേകത? എന്താ? ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്ന അധ്യായമാണ്. എന്താ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ അസ്മായിൽ, അള്ളാഹുവിന്റെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ, അതേപോലെ തന്നെ ഉലൂഹിയത്തിൽ, അസ്മാ വ സിഫാത്തിൽ പങ്കുചേർക്കലാണ്, തൗഹീദിൽ പങ്കുചേർക്കലാണ്. ആ ഷിർക്കിൽ നിന്ന് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം, നരകം ഉറപ്പാണ് ഷിർക്ക് ചെയ്താൽ. ആ ഷിർക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? സംരക്ഷണം ലഭിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ കാഫിറൂൻ. എത്രയാൾ ഓതാറുണ്ട്? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കേൾവിക്കാർ മാത്രമാകരുത് എന്ന് വീണ്ടും വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.